മനസ്സിലാണോ നിന്റെ താല്പര്യം? പോസ്റ്റേ കൊണ്ടുപോകും നിന്റെ താല്പര്യം ചോദിച്ചാണ് കൊണ്ടുപോകും. എന്താണ് ബ്രോ ഫിയറില്ലേ ബ്രോ ഫിയറില്ലേ എന്താണ് ഇതെന്താണ് ബ്രോ ഇതെന്താണ് ഫിയറില്ലേ എന്താടാ നിങ്ങളെ തീരത്തിന്റെ പുറത്തിറങ്ങോ? പറഞ്ഞോ കേക്കാം. എന്താ തുമ്പെന്ന് പറഞ്ഞ ബ്രോ പിന്നെ ബ്രോ ട്യൂബ്ലൈറ്റ് അടിച്ചു ട്യൂബ്ലൈറ്റ് പറ്റത്തില്ല. ഇന്നലത്തെ അതെന്തിനാ ട്യൂബ്ലൈറ്റ് മാറ്റുന്നത്? അവരുടെ ലീഡറിനെ 2 ദിവസം വാടകയ്ക്ക് മേടിച്ചാ പോരെ? കൊണ്ടുവന്ന് നിർത്താം. കത്തിച്ചിരിക്കാൻ പറ്റുമോ ബ്രോ നിങ്ങളുടെ ലീഡറിന്? 2 ദിവസം ഒന്ന് നിക്കാൻ പറ്റുമോ ബ്രോ? ഓക്കെ ആണോ? ട്യൂബ്ലൈറ്റ് ഇല്ല ഒന്നും നിക്കാൻ അറിയത്തില്ലെന്ന് ബ്രോ. എന്താ അറിയാത്തനൊക്കെ അതിപ്പോ എങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യും. നമുക്ക് എല്ലാവർക്കും നോർമൽ റോബറി അടിച്ചല്ലോ. ഹോസ്റ്റേജ് വേണമല്ലോ. എല്ലാവർക്കും ഫ്ലീക്ക് അടിക്കാം. നമുക്കൊരു ഫ്ലീക്കർ റോബറി അടിക്കാം. നമ്മള് ഗണ്ണയിൽ നിൽക്കില്ലടാ. ഹോസ്റ്റേജ് നമ്മള് ഫ്ലീക്ക് അടിക്കുന്നു. നീ ഇറങ്ങുവാ. പെർമിഷൻ എടുക്കൂല മോനെ. നീ ഇറങ്ങ്. നമ്മള് നോർമലി സിറ്റിസൺ നമ്മളെ പോവാ. അവനെന്ന് ക്യാരി അടിച്ചടാ. ഒറ്റൊരുത്തരും ഗ്യാങ് വൈസ് സൂക്കല്ലേ കേട്ടല്ലോ. ഒറ്റൊരുത്തരും എടാ ഗ്യാങ് വൈസ് സൂക്കല്ലേ ഒരുത്തരും. ഓക്കെ സിറ്റിസൺ ആയിട്ട് അവനെ അങ്ങനല്ല അവനെ റോബറി അടിക്കാനാ കൊണ്ടുവന്നേ. അവന്റെ ഇൻഡിവിജ്വൽ ക്യാരക്ടർ ആയിട്ട് മാത്രമേ ഇതാക്കാവുള്ളൂ. ഓക്കെ ഗ്യാങ്ങിനെ മെൻഷൻ ചെയ്യല്ലേ. പാപ്പ ഇനി റോബറി അടിക്കാം. റോബറി അടിച്ചിട്ട് വാ ബ്രോ. എന്താണ് ബ്രോ ഫിയറില്ലേ ഫിയറില്ലേ എന്താണ് ഇതെന്താണ് ബ്രോ ഇതെന്താണ് ഫിയറില്ലേ എന്താടാ ഫിയറില്ലേ ഇവന്? 3 കണ്ടെയ്ൻ ചെയ്യുമ്പോ അവന് ഫിയറില്ല. കുട്ടാ മോനെ എടാ നിനക്ക് വാറൊന്നും സംസാരിക്കടാ സമയം കളയില്ലടാ. എന്ത് പാടായത്? എത്ര സമയം കാലിൽ ഒരാൾ അവനെ ക്യാരി അടി. അവൻ അക്സെപ്റ്റ് ചെയ്യണല്ലേ. എടാ മറ്റേ ഇവനെ എടുക്കുന്ന ക്യാരി ഉണ്ടല്ലോ ഡയറക്റ്റ്. അതെങ്ങനെ? ഹലോ ദൈവം വന്നില്ല. ഞാൻ ഹെൽപ്പിട്ടു. അവിടെ എല്ലാരും ഹെൽപ്പിട്ടെ. അല്ലെ വാർച്ചാരി ഇടണം. അഡ്മിൻ കമ്മിറ്റി ഇടുവാ. വാർച്ചാരി ഇട്ടാ മതി. ഇതൊക്കെ ഇവനെ എപ്പോഴാ നമുക്ക് ഊഹിക്കാന്നല്ലോടാ ബാല. താഴെ നിൽക്കാൻ നിനക്കെന്താ ഫിയറില്ലാത്ത? അല്ലല്ല ഒറ്റക്കാരാണോ? എടാ ഒരാളേക്ക് ജുഗ്രു പറഞ്ഞല്ലോ. സിറ്റിയിലെ എല്ലാ ഇറങ്ങിയത് അടിയുള്ളത് അങ്ങനെ പറയണ. ആരും ചോദിക്കില്ല. പിന്നെ എന്തിനാ നീ ഗ്യാങ് ആണോ ചോദിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞേ. ആ ഉടുപ്പൊക്കെ ഊരിക്കോ. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഹെൽമെറ്റൊക്കെ ഊര്. മുട്ടേലേതാണോ നിന്നെ തോൽപ്പിക്കാനാ? മുട്ടേലേതാ ഇടിയടാ കൊണ്ട്. ഒറ്റ അവന് ഹീല് ആർമർ. ആദ്യം ഈല് ആർമർ ഫുഡ് കൊടുത്തടാ. അവനില്ലേ ചാവുണ്ട്. ചത്തുപോ അവൻ. ഈ മറ്റേ സംസാരിക്കട്ടോ. നീ അല്ലാത്തപ്പോഴൊക്കെ നല്ല സംസാരം. കഴിക്കേക്ക് ഫുഡും ഇലുവല്ലാടി. പഴം എന്തിനാ? അവന്റെ വായി രാവിലെ എല്ലാരും തിരികെ കൊടുക്കാറുണ്ട് പഴം. പഴത്തിന്റെ ആവശ്യമൊന്നുമില്ല അവന്. അതെ
അത് കഴിച്ചിട്ടങ്ങോട്ട് ഇരിയടാ വേഗം ഇരിയടാ മതി ഹീലൊക്കെ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കത്തുള്ളൂ ഇരിയടാ അങ്ങോട്ട്. പറയണ കേട്ടാ മതി. ഇരിക്കണം ബ്രോ ഇരിക്കണം. ആണോ പിന്നെ ആരായിട്ട് തോന്നുന്നു? നമ്മളൊക്കെ മാന്യമായിട്ട് എന്റെ പൊന്നു സഹോദരൻ മോനെ ഇരിക്കും അവൻ പോയോ അവനതൊക്കെ ഇഷ്ടമല്ലേടാ ബാല. മുട്ടിൽ നല്ല ശീലം ഉണ്ടതാ. ഫിയർ കാണിക്കാൻ അത് ചോദിക്കട്ടോ ഫീർ കാണിക്കാൻ എന്താ? പോയാ മനോ മോനെ ബ്രോ റൊസാരിയോ തന്നെ ആൾക്കാരാ നമ്മള് മാന്യമായിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞാൽ മാന്യത കളയിക്കുന്ന ലെവൽ എത്തിക്കരുത് നീ. അതെ മോൻ എന്തുകൊണ്ടിട്ടാണ് മുൻ ഫിയർ കാണിക്കാനേ? ഒരു വട്ടം ഞാൻ നിനക്കൊള്ളാണേ. ഇത് നിനക്കുള്ളതാണേ. നീ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഹലോ ഹലോ ഇപ്പൊ ഞാനാണ് ഹോസ്റ്റേജ് ഇരിക്കാൻ ഇരിയടാ അങ്ങോട്ട്. നീ ഇല്ലടാ. ഇത് തിരുവനന്തപുരം സുഖമല്ല, തിരുവനന്തപുരം സുഖമല്ല ഇത്. മോനെ ഇനി പറ മോനെ കേക്ക് അവിടെ എല്ലാരും ഒന്നും എല്ലാരും മോൻ എന്തുകൊണ്ട് ഫിയർ കാണിച്ചില്ല? കേക്ക് ഇത് എന്താന്ന് ഇപ്പം കാണിക്കണ്ടേ? അപ്പൊ കാണിക്കാൻ എന്താ ബ്രോ? അപ്പൊ കാണിക്കാത്തോണ്ടല്ലേ ഇപ്പൊ മുട്ടിൽ നിൽക്കേണ്ടി വന്നേ. ഓ പിന്നല്ലാതെ അടിക്കാന്നൊന്നും വിചാരിക്കല്ലേ അടുത്ത് കയറി പോയതാ. പിന്നെ അണ്ണു അവന്റെ അടുത്ത് എടാ ഹീലും ആർമ ഇതൊന്നും അടിച്ചു രണ്ടും കൊടുത്തു അല്ല അവൻ കൊടുത്ത് അടിച്ചില്ല ഹീലടി അത് കാണാം. അവൻ കരയാണ്. എണ്ണിക്ക് ഒരു ദാക്ഷണ്യമില്ല, എനിക്കും പറഞ്ഞു കേട്ടോ ഞാൻ ഇരിക്കുമ്പോ ഒരു ദാക്ഷണ്യമില്ല. മനസ്സലിന്നല്ലേ അങ്ങോട്ട് മാറ്റിയേ. കരയട്ടവൻ. മോന് പേടിയുണ്ടോ? എന്തിനു വെക്കണം? എന്തിനു പേടിക്കണതോ? നമ്മളെന്തോടെ പാലൊക്കെ പോകും. ഓ നാടകം നിന്നെ നാടകം കളിക്കാനോ അവിടെ കൊണ്ടുവന്നേ? കാര്യം പറയട്ടെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നും കരുതി നീ ചുമ്മാ തോളെ കയറിയിട്ട് ചൊറിയരുത്. ഞാൻ നിങ്ങ പറയണല്ലേ ഇത് നീ കണ്ണീര് തുടക്കി നീ കണ്ണീര് തുടച്ചിട്ട് പറ. നീ സൗണ്ട് ഒന്നും റേസ് ചെയ്യല്ലേ. കണ്ണീര് തുടക്കാ നീ പറ. പറമോനെ നീ നിനക്കാ വരുന്നത്. അപ്പൊ എന്താ ഫീർ കാണിക്കാൻ നീ? സമയം കൂടും ഫിയർ കാണിച്ചിട്ട്. മറന്നുപോയെന്നോ? ഈ ഹോസ്റ്റലിൽ ഇപ്പൊ നീ മറന്നുപോയില്ലേ ഫിയർ കാണിക്കാനായിട്ട്? ഇപ്പൊ ഓർത്ത് അവൻ ഓത്ത് എന്നൂടെ പറയണായിരിക്കുന്നുണ്ട്. ബ്രോ കേൾക്കുന്നുണ്ട് പറഞ്ഞു. മര്യാദക്ക് പറയുന്നതിന് ഉത്തരം പറഞ്ഞിരുന്നാ മതി കേട്ടോ, അല്ലാതെ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ട് ആവശ്യമില്ല. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യടാ, അവൻ എന്തൊക്കെ കഴിവുകളുണ്ട്, എന്തൊക്കെ കുട്ടാ ഇതിനൊക്കെ എന്താ കഴിവുകളുണ്ട്? ഈ പാട്ട് പാടല്, വണ്ടി കഴുകുന്നത്, കക്കൂസ് കഴുകുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടോ നിനക്ക്? അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് നമുക്ക് ഗ്യാങ് വണ്ടി ആദ്യം കഴിക്കല്ലേ, ഗ്യാങ് വണ്ടി കഴിക്കല്ലേ. ആ വണ്ടി കഴിക്കോ, ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ, ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ, ഗ്യാങ് വണ്ടി മറ്റേ വണ്ടിയല്ല ഇത് കേട്ടോ. അതിപ്പോ ഒരു 15 മിനിറ്റ് അത് കഴിഞ്ഞ് വേറെ പരിപാടികളല്ല കേട്ടാ. അതുവരെ വണ്ടി കഴുകൽ ചെറിയ പരിപാടികൾ. അതെ ഞാൻ ഒരു കാര്യം പറയാം റോസാരിയോ, നീ നമ്മുടെ കിട്ടിയത് നിന്റെ ഭാഗ്യം. എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് വീട് നല്ലൊരു മൂളലല്ലേ, പാട്ടുപാടാൻ കഴിവുള്ള ഒരു മൂളലല്ലേ. വേണ്ട, നീ അണ്ണാന്ന് വിളിച്ചതല്ലേ? കണ്ണ ഇങ്ങ വന്നേ. കണ്ണ ഒരു സൈഡ് മാത്രം വരയ്ക്കാടാ, എല്ലാ സൈഡും വരാ, എല്ലാ സൈഡും വരാ. പാട്ടുപാടിയാൻ കഴിവുള്ള പറയണ അവനെ കൊണ്ടേ വാക്കിംഗ് സ്റ്റൈൽ അത് സമയമുണ്ട്. ഒരാൾ വരാണ്ട് വെയിറ്റ്. പാടിയിട്ട് പോയാൽ മതി. ചിജി പ്രസാദ് പാട്ട് പാടിത്തരാൻ എന്താ
മോള് നീ ഇത് നിന്നെ വെക്കുന്നത് ഇതിനെ രാത്രിയാകുമ്പോ രമേശനുണ്ടോ രമേശൻ നിന്നെ വെക്കുന്നതല്ല. നീ പാടിയിട്ട് പോയാ മതി. പാടാറില്ല ഇങ്ങനെയാണ് പാടി പഠിക്കുന്നത്. നീ പാട്. പാടിയിട്ടേ പോത്തോളൂ. നിന്റെ കഴിവുകൾ വേദി ചെയ്ത് സമയം കൂടുതൽ തറയാക്കല്ലേ നമ്മളെ തറയാക്കല്ലേ. അതവൻ തന്നെ ഉണ്ടാക്കിയതാ. ഇത് കറക്റ്റ് കേട്ടാ. സിദ്ധിയുണ്ട്. ഉണ്ട് നമുക്ക് ഇവ കൊരങ്ങന്റെ സൗണ്ട് ഒരു ഇപ്പൊ ഉണ്ടാക്കിയതിന് 1 മിനിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അടിപൊളിയായിരിക്കും ബ്രോ. അത് അടിപൊളിയാ. നാച്ചുറലി വരുന്ന നാച്ചുറലി വരുന്ന സാധനം ഒന്നുകൂടെ ഇല്ലടാ. ഈ നേരത്തെ മൂളില്ലേ അതൊരു 1 മിനിറ്റ് മൂള് നിർത്താണ്ട് മൂളിക്കുക. ആണോ അതെല്ലാം കൊടുക്കാം. ഒരാൾ വരാനുണ്ടോ വെയിറ്റ് ചെയ്യാൻ ഞാൻ. ഇല്ല 10 സെക്കൻഡ് ആയുള്ളൂ. ബാക്കി 50 സെക്കൻഡ് മൂളടാ. പറയാൻ നിർത്തിയാൽ മിണ്ടല്ലേ ഇതില് സെർച്ച് വെക്കുന്ന സ്ഥലം പറഞ്ഞേ. വെച്ച് ഇവനെ വെച്ചാലോ. ശരി അവന് ശബ്ദം മാറുന്നേട്ടാ. ഇതൊരു 2x സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ പല സൗണ്ടുകളും അതിന്റെ അല്ല ഇത് ഒരു സൈഡ് മാത്രം വരച്ചോണ്ടിരിക്കുക. വണ്ടി മൊത്തത്തിൽ കഴുകണം. ചുറ്റിനും നടക്കും. മാറി നിൽക്കണേ എല്ലാരും വെച്ച് എല്ലാരും സ്പേസ് നടന്നു കഴുകുക അങ്ങോട്ട് നടന്നു കഴുകുക. ഒരു കാര്യം ചെയ്യാം. ഒരു മാലയും കൂട്ടി ഇരുത്തി നിന്നെ രാജാവാക്കട്ടെ ഇവിടുത്തെ. എടാ പറഞ്ഞോ ദേഷ്യം പിടിപ്പിക്കില്ലോ. ഇവരത് കുടിച്ചു നിർത്തിയാലോ പാടാ പിന്നെ കുറച്ചുനേരം. കൈയടിപ്പിക്കാളിയാ അതിപ്പോ സമയമില്ല. സമയമുണ്ട് 10-15 മിനിറ്റ് പോലും ആയിട്ടില്ല. സമയം ഇഷ്ടംപോലല്ലേ. കഴുകട നീ കഴുക്. നീ ഇത് കഴിഞ്ഞ് നിനക്കുണ്ട്. റൊസാരിയോ തുടക്കലാ കൊണ്ട് തുടക്കല്ല. നീ കുറച്ചേരാ കക്കൂസയിക്കടാ. ഇല്ല വണ്ടി മതി. കക്കൂസയിക്കടാ അവനെ കൊണ്ട്. നിന്നെ മാലയിട്ട് ഇവിടെ ഇരുത്തടാ. നിന്നെ വണ്ടി മാത്രം തൊലിച്ചോണ്ടിരിക്കാ. പോയി കക്കൂസയടാ. ഇവിടുത്തെ പോ കക്കൂസയടാ പോണ വൈബ്. സോറി ശൗചാലയം വൃത്തിയാക്കാൻ അത് മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ മണീനെ നടക്കടാ. റൊസാരിയോ പോണ്ടെന്ന് പറയണം. അവൻ ജീവിതത്തെ ആദ്യമായിട്ട് സത്യം പറയണ. കേട്ടല്ലോടാ പറയുന്നതിന് ഇഷ്ടപ്പെട്ടല്ലേ. നീ കക്കൂസ് കഴുകു. അവിടെ കയറി പിടിക്കല്ലേ കഴിഞ്ഞിട്ട് മതി. കഴിവടാ കഴിവടാ ഇരുന്നും കഴിയടാ കഴിവടാ എത്ര ആൾക്കാര് കഴിയൂന്നറിയോടാ. വേണ്ടടാ നിന്റെ ഗ്യാങ്ങിലുള്ളവന്മാർക്ക് കണ്ടികൾക്ക് വേണ്ടതല്ലേ. ഇനി 15 അവനെ വിളിച്ചോക്കട്ടെ. മര്യാദക്ക് ഫ്ലേക്ക് അടിക്കാൻ വന്നാ പോരാ. എന്തിനാണ് മാസം സത്യം റോബർ അടിച്ചിട്ട് വിട്ടേരെ അവനെ. അല്ല ആവശ്യം ഉണ്ടായിരുന്നു. സത്യം അടിക്കാൻ താല്പര്യമില്ലെന്ന്
എടാ നിന്റെ താല്പര്യം തൊലിച്ചോണ്ടല്ല അടിക്കുന്നത്, മനസ്സിലാണോ? നിന്റെ താല്പര്യം പോസ്റ്റേ കൊണ്ടുവന്ന് നിന്റെ താല്പര്യം ചോദിച്ചാണ് കൊണ്ടുവന്നേ. ഇത് ഇതിനകത്തൊരു റൂളൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഓ, ഇതിനകത്ത് ആരെങ്കിലും നമ്മള് അതൊക്കെ അറിയാം. അതെന്തോടാ നീ മൂളുന്നെ? കള്ളക്കഴുത നീ കുറെ നേരമല്ലേ ഇതിന്റെ മൂളലോട് കൊല്ലാൻ വേണ്ടിട്ടുള്ള മറ്റേ റേസ് കൊല്ലല്ലേ അതൊക്കെ അവന്റെ കൊല്ലാൻ വേണ്ടിയുള്ള ട്രിഗറിങ് ഉണ്ട്. തിളക്കല്ലേ മാന്യമായിട്ട് റേസ് വെക്കാമെന്നുള്ള ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ നേരത്തെ ഉണ്ടാക്കിയ സൗണ്ട് അടിച്ചു തരണേ. മറ്റേ അടുത്ത ഡിസ്നിയുടെ പുറത്ത് കൊറേനെ ഡബ് ചെയ്യാൻ കൊടുക്കുക, അതല്ലേ മനസ്സിലായോ? തായ്ലാന്റിൽ ഉറങ്ങോട്ട് ചാടിപ്പോയി മറ്റേ പിടിക്കൊക്കെ പിടിക്കുന്നത്. നീ ഒന്ന് പോയി നിൽക്കോ വേറെ രാവിലെ തൊട്ട് വേദന വരെ. പള്ളി നിലത്തോട്ടറിയത് ഇപ്പഴാ. ഊഞ്ഞാലെ വന്നിരിക്കുന്നവർക്ക് ഒരു പിടിക്കൊക്കെ ഒരു പിടിച്ചം. അവന്റെ ആഗ്രഹം അതാ. നീ വേണ്ട രമേശന് ഹാപ്പി. രമേശന് എന്താ ബ്രോ? ഡൈനോസറിന്റെ സൗണ്ട് ഉണ്ടാക്കൂ. ഇല്ല 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 ഉണ്ടാക്കും. എന്തൊക്കെ സൗണ്ട് ഡൈനോസറിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അത് ശരി. അതെന്താ എടാ ഞാനൊരു കാര്യം പറയാം, മാന്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നീ അതുപോലെ നിന്നാ നിനക്ക് കൊള്ളാം. പാവം, ഉമ്മ കിടന്ന് പാവം ഉമ്മാനെ പയ്യൻ. മനസ്സിലായോ? ഓ അതോ ഓ എന്താടാ നിന്റെ എന്താ വായിക്കാത്ത കേറിയോ? ഓ ഇവനോട് സ്പെഷ്യൽ ഡ്രസ് ഇവനുവേണ്ടി സ്പെഷ്യൽ ഡ്രസ്സോ അവരോട് പുറത്തുനിന്ന് പറ. ആ പുറത്തിട്ട് വന്നേ. അപ്പൊ ഇനി സ്പെഷ്യൽ ഡ്രസ് ഇട്ടിട്ട് ഇനി ബാക്കി വേറെ പരിപാടിയാണ്. 15 മിനിറ്റ് ഉള്ളു. 15 മിനിറ്റ് നാടകം നടക്കാൻ പോകും. 15 സാരി minute. വാടാ. നിന്റെ നാടകം ബാബാ കഴുകിയത് മതി. ഇത്ര ആത്മാർത്ഥ വേണ്ടടാ. അവനെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴുകി ഇത് ഒരു ഒന്നും ഇല്ലാണ്ട് പറ്റത്തില്ല. അതിപ്പോ അല്ലേലും ഒന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് ഔട്ട്ഫിറ്റ്സിന്റെ കാര്യങ്ങളുണ്ട്. ഒരു ഷെഡ്യൂൾ അവനെ ഇങ്ങനെ കൊണ്ടുവന്നാണ്. അവനെ പെട്ടെന്ന് ഇട്ടാൽ അടുത്ത പണി പെട്ടെന്ന് തരാം. അത്രേ ഉള്ളു. ഇത് അത് കൊള്ളാൻ കേട്ടോ. അത് അവന് ചേരുന്നുണ്ട്. മാച്ചാണ് സാധനം കൊരങ്ങനെ പൂമാല ഇട്ടിട്ടുണ്ട്. വാടാ രസാരിയോ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് ഇടത്തോട്ട് നടക്കണ നീ. നീ ഇങ്ങനെ ഇടത്തോട്ട് നടക്കണ നീ. ആദ്യം സ്പൈഡർമാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? നിൽക്കുന്നത് ഒരു 5 സെക്കൻഡ്. ഇങ്ങോട്ടല്ല താഴോട്ട്. അങ്ങനെ നടന്നാ മതി. കൈവക്കി നടന്നാ മതി. കൈവക്കി എടാ ഒന്നാണ് അവനൊന്ന് സ്പൈഡർമാൻ ഇങ്ങോട്ട് ഒരു 5 സെക്കൻഡ് എടുത്താണ്. ഒന്ന് പ്ലീസ് അവനെ കാണാനാഗ്രഹം. സ്പൈഡർമാൻ ആ ഓക്കെ. കൈ വാ ഇങ്ങോട്ടോ. എടാ ഈ വണ്ടി ഒന്ന് സേവ് ചെയ്ത് ഒതുക്കിട്ടാടാ. ജൂടാന്ന് ഒതുക്കിട്ട്. ആ ഇനി സ്പൈഡർമാൻ എന്ന് റിമോട്ട് എന്നിട്ടേ. അല്ല ഇങ്ങോട്ടെ ബാക്കിലോട്ടാ. പെട്ടെന്ന് നടത്തടാ. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളേ. ആ ഓക്കെ. ഇപ്പഴേ കണക്റ്റിയല്ലേ ഇത് കഴിഞ്ഞിട്ടാണ് ഇവനെ പലവറ്റെ കൊണ്ടുപോയി സിറ്റിസൺ അങ്ങ് വിറ്റാലോ അളിയാ. ഇവനെ പലവറ്റെ കൊണ്ട് സിറ്റിസൺ അങ്ങ് വിട്ടാലോ. അണിയന്റെ ആഗ്രഹമായിരുന്നു. കുണിച്ച് നിർത്തിയിട്ട് ഒരു സിറ്റിസൺ അങ്ങ് വിൽക്കണോന്ന്. മണിയാ വാടാ. ഗ്യാങ് ഹൗസിലോട്ട് വാടാ മണിയാ. നിനക്കൊരു സർപ്രൈസ് ഇട്ട് വാടാ മണിയാ. സ്പൈഡർമാൻ ഒന്നിട്ടടാ. സ്പൈഡർമാൻ ഒരു ഫോട്ടോ എടുക്കാം. ഒറ്റ ഫോട്ടോ എന്നിട്ട് ഇതെല്ലാം ഇട്ടില്ല. അവൻ ഇട്ടില്ല. അതൊക്കെ അവന്റെ അഭിനയാ. കൈതാത്തിട്ട് എല്ലാരും ഫോട്ടോ എടുക്കണേ. അത് തന്നെ സ്റ്റോറിയായി. രമേശിന് കാണുമ്പോ ഒരു സന്തോഷം. ബോബോയെ മറ്റേ പരിപാടിയൊക്കെ തുടങ്ങിക്കോളിയാ. ചീച്ചി പ്ലസ് ക്ലാപ്പ് കൊടുക്കണം. വാക്കിംഗ് മോട്ട് ഉണ്ടല്ലോ ചീച്ചി അതങ്ങിട്ട്
ഏതാ ബ്രോ? ചീച്ചയും കിട്ടി. CHI. നിന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും അറിയാം, നിനക്ക് മാത്രം അറിഞ്ഞൂടെ ഇമോട്ട്? ഇല്ലില്ല ചെയ്യാറില്ല ഞാൻ. ചെയ്ത് ശീലിച്ചോടാ, ചെയ്ത് ശീലിച്ചോ. ജയ് നമ്മൾ TDM പോകുമ്പോഴാണ് ചേച്ചിയുടെ അവിടുന്ന് കുറേ ആൾക്കാരുണ്ടാ നിന്റെ ഗ്യാങ് തൊട്ട്. നടന്നേ ക്ലാപ്പ് അടിച്ച ക്ലാപ്പ് എത്രടാ ഭയ്യേ നടത്തൊക്കെ കണ്ടോളിയാ, നടത്തൊക്കെ കണ്ടോളാ. മാനീറ്റർ ഇട്, ഏതാടാ? മാനീറ്റർ ഇട്ടാ മതി. നിനക്ക് പറ്റിയ സാധനം അതാ മച്ചു. മാനീറ്റർ പറടാ പറടാ. എടാ ഇവനെ നമുക്ക് പുറത്ത് ഇമോട്ട് ഇട്ട് നിർത്തിച്ചിട്ട് ആർക്കെങ്കിലും പൈസക്ക് അങ്ങ് ബേബി അല്ലേ ഇവനെ വിറ്റെടുത്തോണ്ടോ പറ. പിന്നെ കളിക്കാം baby. അത് പക്ഷേ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, കാരണം വെച്ചാൽ മറ്റേ ക്യാരക്ടർ റിലേഷനിലോട്ട് പോകുന്ന അറിഞ്ഞൂടാ. അത് നോക്കാം. ഒരു എന്ത് ഹ്യൂമിലേഷൻ നോക്കാം. നീ ബേബിനെ വിളിച്ച് റെഡിയാക്ക്. ബേബിനെ വിളിച്ച് വാ, അത് കൊടു. ഫോട്ടോ എടുത്തോട്ടെ. ഓയ് ചാച്ചാ. ഇതുപോലെ നീ ഉൾപ്പെടെ നിന്റെ കൂടുതലുള്ള 30 എണ്ണം വന്ന് ശിഖണ്ഡിയെ പോലെ കിടക്കുന്ന തുള്ളു, മനസ്സിലായോ? ഇനി ആട് മതി. ആമ്പോ സോറി ബൈ. വ്യക്തം വേണം. കാരണം പറഞ്ഞില്ലെങ്കിൽ സമയം കൂടും കേട്ടോ. സോറി ബൈ. മര്യാദക്ക് പറയടാ, മര്യാദക്ക് പറയടാ. സോറി ബോയ്. നീ മര്യാദക്ക് പറയുന്ന വരെ നീ പറഞ്ഞു. ചേഞ്ച് ഉണ്ട്. നീ എന്ത് വിചാരിച്ചടാ, നീ ഒന്ന് താളം വിടുമ്പോ നമ്മളെ തുള്ളി തരും. സമാധാനം. ഒരു നല്ലൊരു സോറി പറഞ്ഞ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ നീ മണ്ടനായിട്ട് ഇരുന്ന് പറഞ്ഞിരിക്കുന്നു. എടാ മോനെ പറ. നല്ല രസമുണ്ട് കേൾക്കാൻ. നീ പറ. വാട്ടണ ഒരു ഫോട്ടോ ഇട്. വീഡിയോ എടുക്ക് വാട്ടണ. ഇപ്പുറത്ത് വീഡിയോയുടെ ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ഇട്. ഞാൻ കുറെ എടുത്ത് പറയടാ സോറി. സോറി ബോബി. ഫുൾ സാറ്റിസ്ഫൈഡ്. എന്നാലും ഇങ്ങനെ എന്റർടൈൻമെന്റ് പ്രതീക്ഷയില്ല. സത്യല്ലേ? കൊരങ്ങന്റെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയും പറയായിരുന്നു. അതുപോലും ഇല്ല. സോറി ബോബോയ്. കുഴപ്പമില്ല. പിടിയടാ കുട്ടാ. സോറി ബോബോയ്. കാലുപിടി. സോറി ബോബോയ്. ബാക്കി പറയാനുള്ളൊക്കെ അല്ല മോന്റെ സ്ലാപ്പ് ഇട്ടിട്ട് എടാ